ജനവിധിയുടെ മാരകമായ ഒരവസ്ഥയാണ് BJP നേരിടുന്നത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ BJP എണീറ്റിട്ടില്ല. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 6 ലക്ഷത്തിന് മുകളിലെത്തിക്കണം എന്നായിരുന്നു ടാസ്ക്. പക്ഷേ 1.5 ലക്ഷം കടക്കുന്ന കാര്യം സംശയമാണ് എന്ന് അവസാന നിമിഷങ്ങളിലെ കൗണ്ടിങ് നൽകുന്ന സൂചന അതാണ്. എന്തിന് കൗണ്ടിങ് തുടങ്ങിയ ആദ്യഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ഏതാണ്ട് 10-75,000 വോട്ടുകൾക്ക് പിന്നിൽ പോകുന്ന സ്ഥിതിയുണ്ടായി. BJP UP-യിൽ അമ്പെ തകർന്ന് തരിപ്പണമായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഈ വലിയ തകർച്ചയ്ക്ക് മുന്നിൽ? RSS BJP-യെ കൈവിട്ടോ? രാമേന്ദ്രൻ സാർ, അങ്ങനെ പല സംഘപരിവാർ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. അതിന് പല കാരണങ്ങളിലൊന്ന് അയോധ്യയിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠ ആണ്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻ ഭാഗവത് പങ്കെടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം മാത്രമാണ് ആ ചടങ്ങിൽ മോദിയുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ സംഘത്തിന്റെ പരമാധികാരി തന്നെ പങ്കെടുത്തു. അതെ, ആ ചോദ്യം ഞാൻ ചോദിച്ചു ഈ വിവരം എന്നോട് പറഞ്ഞ ആളോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതങ്ങനെയല്ല, ഞങ്ങളായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്, ഞങ്ങൾ കർസേവകർ. ഞങ്ങളുടെയൊക്കെ ധാരണ ഇങ്ങനെ ആയിരുന്നില്ല, ആ ചടങ്ങ് ഇങ്ങനെ വേണം എന്നായിരുന്നില്ല. അത് ഒരു ആത്മീയമായ ചടങ്ങായി, ക്ഷേത്ര ചടങ്ങൊക്കെ ആയി തന്നെയാണ് നടത്തേണ്ടിയിരുന്നത്. അതല്ലാതെ ആചാരങ്ങൾ നോക്കാതെ. കാരണം ആചാരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ രാമാനന്ദ സമ്പ്രദായ പ്രകാരമൊക്കെ അല്ലേ? അതെ, രാമാനന്ദി സെക്ട് അങ്ങനെ ആചാരങ്ങളുള്ള ഒരു സമൂഹമല്ല. അത് അവിടെ കുറച്ച് അറിയപ്പെടുന്ന ഒരു സമൂഹമാണ്. അവരെല്ലാവരെയും ഈ നമ്മുടെ സാധാരണ യാഥാസ്ഥിതികമായ ആചാരങ്ങളുള്ള ഒരു സെക്ട് അല്ല. അബുദാബിയിലെ ക്ഷേത്രവും അവരുടെയാണ്. മോദി അത് സ്വാമിനാരായൺ സ്വാമിനാരായൺ സമൂഹത്തിന് 10-200 ക്ഷേത്രങ്ങൾ ഗൾഫിലും ആഗോളമായിട്ടുണ്ട്. അത് ഗുജറാത്ത് ആസ്ഥാനമായിട്ടുള്ള ഒരു ഇതല്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലും ഈ പിന്നാക്ക വിഭാഗങ്ങളും ഒക്കെയുള്ള ഒരു സമൂഹമാണ്. ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ മോദി ചെയ്തതായിരിക്കാം ശരി, ആ രാമാനന്ദ സെക്ടിനെ കൊണ്ടത് ഏൽപ്പിച്ചതുമൊക്കെ ആയിരിക്കാം അതിൻ്റെ ശരി. കാരണം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം, ഷർട്ടിട്ടൊക്കെ പ്രവേശിക്കാം, മുസ്ലിങ്ങളും പ്രവേശിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ട് ഉണ്ടാക്കിയ ആൾ തന്നെ മറ്റേ രാമാനുജൻ്റെ നമ്മുടെ വിശിഷ്ടാദ്വൈതം ശ്രീപെരുമ്പുതൂർ ആസ്ഥാനമായ അദ്ദേഹത്തിൻ്റെ ഒക്കെ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു. കാശിയിൽ ഇവിടുന്ന് പഠിച്ചിട്ട് സൗത്തിൽ നിന്ന് പഠിച്ച് മറ്റേ വടക്കോട്ട് പോയ ഒരാളാണ്. ഈ എഴുത്തച്ഛൻ തന്നെ വാൽമീകി രാമായണം അദ്ദേഹത്തിൻ്റെയൊക്കെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടതാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ രാമാനന്ദനെയൊക്കെ ഗുരുവായിട്ടൊക്കെ അദ്ദേഹം ശ്ലോകത്തിൽ തന്നെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ശങ്കരാചാര്യന്മാർ ഇപ്പോൾ അതിനോട് അന്ന് വിയോജിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ. അത്തരം ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഇവിടെയൊക്കെ പ്രതിഷ്ഠ നടത്തുന്നുണ്ടല്ലോ, കാര്യമായിട്ടും മന്ത്രോച്ചാരണങ്ങളോടുകൂടിയൊക്കെ. അങ്ങനെയൊന്നും അല്ല അവിടെ നടത്തിയത്. ഒരു സംശയം ചോദിക്കട്ടെ രാമചന്ദ്രൻ സാർ, ഈ പറഞ്ഞു വരുന്ന ഈ പരമ്പരാഗത രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ എല്ലാ തിട്ടൂരങ്ങൾക്കും വഴങ്ങി നടത്തണം എന്നാണോ? എന്നായിരിക്കണം സംഘം RSS ഉദ്ദേശിക്കും. സംഘം അങ്ങനെ പല കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നില്ല. അതെ, സംഘം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല അനാചാരങ്ങൾക്കും എതിരാണ്. പക്ഷെ സംഘത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. മറ്റേ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറയുന്ന ആളായിരുന്നു സംഘ സൈദ്ധാന്തികനായിട്ടുള്ള R ഹരി. അദ്ദേഹം അതിനെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്, മാറ്റുവഞ്ചട്ടങ്ങളെ. അത് സംബന്ധിച്ച് ഞാൻ വേറെ വർഷം കേട്ടിട്ടുണ്ട്. ഈ അദ്വൈതത്തിന്റെ കേരളത്തിലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളാണ് ശബരിമല. കാരണം ഭഗവാനും അയ്യപ്പൻ, ഭക്തനും അയ്യപ്പൻ, അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്നതാണ്. ഇത് ഹരിയേട്ടനെ കുറിച്ചൊക്കെ ഹരിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട ചില സംഘവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അക്കാലത്ത് പറഞ്ഞ ചില ആക്ഷേപങ്ങൾ, ഇവർ ശബരിമല സ്ത്രീ പ്രവേശമാകാം, യുവപ്രവേശമാകാമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ഒരു കഥ പോലെ പറഞ്ഞു. കാരണം ഇവരൊക്കെ ദ്വൈതവാദികളാണ്. അദ്വൈതത്തിന്റെ ഒരു കേന്ദ്രമായ ശബരിമല
തകരുന്നത് അവർക്ക് ഇഷ്ടമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ചില ദുഷ്ടബുദ്ധികളും ഉണ്ടായിട്ടുണ്ട്. ഈ അദ്വൈതവും ദ്വൈതവും അങ്ങനെ സൈദ്ധാന്തികം നോക്കിയിട്ടാണെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയോധ്യയിൽ ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയിൽ ഈ പ്രധാനികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ ആ റായിയൊക്കെ ഈ നർപ്പദ്ര ഇവരൊക്കെ ബ്രാഹ്മണരാ. പക്ഷെ ഈ ഡൽഹിയിൽ നിന്നുള്ള ഈ റായി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അവസാനം ഈ അനിൽ ശർമ്മ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനെ മറ്റേ വെച്ചിട്ട് അവിടെ യോഗം ഒരു മൂലയ്ക്ക് ഈ മറ്റേ മന്ത്രോച്ചാരണമൊക്കെ ഒരു മൂലയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആഗ്രഹം ഇതിങ്ങനെ ചെയ്യണം എന്നല്ലായിരുന്നു ഈ ശരിക്കും കമ്മിറ്റിക്കാരുടെ. ഒരു നിമിഷം കൂടെ ഞാൻ ഇടപെട്ടു, അതിനുശേഷം ഞാൻ പേഴ്സൺ മാഷിലേക്ക് വരാം. കാരണം നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എക്സിറ്റ് പോളുകളിൽ പറഞ്ഞത് OBC വിഭാഗം, അതിലെ മഹാഭൂരിപക്ഷവും അയാളുടെ 60% മോദിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി നിൽക്കുന്നു. SC വിഭാഗം അത് പക്ഷേ ഈ കോൺഗ്രസും BJPയും തമ്മിൽ 2% വ്യത്യാസമുള്ളൂ. പക്ഷേ ST ഷെഡ്യൂൾ ട്രൈബ് ഏറ്റവും പിന്നാക്ക അവസ്ഥയിൽ കഴിയുന്ന ജാതീയമായി നിൽക്കുന്ന ആളുകൾ മോദിയാണ്, BJPയാണ് ഫേവർ ചെയ്യുന്നതായിരുന്നു ഒരു സ്റ്റഡി വന്നത്. അപ്പൊ ഈ പിന്നാക്ക അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ ഒരു സ്റ്റാൻഡ് BJP സർക്കാരോ മോദിയോ എടുത്താൽ അത് കൂടുതൽ വോട്ടുണ്ടാക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഉത്തർപ്രദേശിൽ ഈ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം SC വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസും പോയി. അത് എക്സിറ്റ് പോൾ വന്നപ്പോൾ ഈ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്ന ആക്സിസ് സർവേയിൽ തന്നെ ആ സർവേ കാണുമ്പോൾ നമുക്കറിയാമായിരുന്നു ഉത്തർപ്രദേശിൽ എന്തോ കുഴപ്പമുണ്ടാകുന്നു എന്നുള്ളൊരു തോന്നൽ. എന്നിട്ടും ആ സർവേക്കാർ, അതായത് കോൺഗ്രസിന് ഈ SP കോൺഗ്രസ് അവർക്ക് 43% SC വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് BJPയിൽ നിന്ന് 14% പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പോളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വോട്ടും പിന്നെ ഈ കുറേ വോട്ട് ഈ യാദവ് വോട്ടുകളും ഒക്കെ പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ BJP മാതൃകയാണ് അവിടെ ഇയാൾ പിന്തുടരുന്നത്. ഈ അഖിലേഷ് യാദവ് ഒരു മുസ്ലിമിനെ സീറ്റ് കൊടുത്തുള്ളൂ. അദ്ദേഹം 5 യാദവന്മാർക്ക് യാദവരിൽ നിന്ന് സീറ്റ് കൊടുത്തുള്ളൂ. അതിലെനിക്ക് തോന്നുന്നു 3 or 4 യാദവർ കുടുംബത്തിൽ തന്നെയുള്ളവരാണെന്ന് തോന്നുന്നു. അതൊന്നും വൃത്തിയില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളി മറ്റേ ആ വീട്ടുകാരാണ് ഈ 5 യാദവന്മാരെന്ന് പറയുന്നത്. ഡിംപിൾ യാദവ്, രാമേശ്വർ പ്രസാദ്, അങ്ങനത്തെ. അപ്പോൾ SC വോട്ട് അവിടെ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മോദി OBCയിൽ ഒരു ഊന്നൽ കൊടുത്തിരുന്നല്ലോ, ആ മുസ്ലിങ്ങളെ മറ്റേ സൈഡ് ലൈൻ ഹരിയാനയിൽ വന്നിരുന്നു പലയിടത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാമേന്ദ്ര സാർ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഈ സംഘത്തിന് RSSന് ചില അതൃപ്തികൾ മോദി സർക്കാരിനോട് നരേന്ദ്രമോദിയോട് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ബാധിച്ചിരിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം. PSN മാഷെ ഞാൻ ചോദിക്കട്ടെ, കാരണം RSSനെ സംബന്ധിച്ച് അതിന്റെ 100ാം വാർഷികമാണ് 2025. 2025 സംഘം അതിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാർ അല്ലെങ്കിൽ BJPയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിനെ സഹായിക്കുന്ന ഒരു നിലപാട് RSS എടുക്കുമോ? അതെടുക്കാൻ സാധ്യതയില്ല എന്ന് ഒരു സാമാന്യമായിട്ടുള്ള രാഷ്ട്രീയ യുക്തിക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. കാരണം RSSന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് തന്നെ ഈ 2025 ആവുന്ന സമയത്ത്, എന്ന് വെച്ചാൽ 100 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. അതിനനുസൃതമായിട്ടുള്ളൊരു ഭരണം കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറയുന്ന അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷേ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ കൺസെപ്റ്റിൽ എത്തിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഭരണാധികാരി, ശക്തനായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം അതുകൊണ്ട് നരേന്ദ്രമോദിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ താത്വികമായിട്ട് RSS തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എല്ലാ സംഘടനകളിലും ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ പേരിൽ പിണക്കങ്ങളുണ്ടാകും. എനിക്കൊന്ന് നദ്യാണ് RSSന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞതായിട്ട് വാർത്ത വളർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും, RSS വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇനി ഞങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് BJP ലീഡർഷിപ്പ് പറയുന്നു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഈ BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആൾബലം നൽകിയിട്ടുള്ള, സംഘബലം നൽകിയിട്ടുള്ള
RSS എന്ന് പറയുന്ന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര തൃപ്തികരമായി തോന്നില്ല. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു ഈ അയോധ്യയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം സമ്പൂർണ്ണമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും വലിയ പ്രശ്നമാണ്. കാരണം ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമയത്ത് സ്വാഭാവികമായിട്ടും അതിനൊരു ആത്മീയ തലമുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് വലിയൊരു ആവശ്യമായി. ഈ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രാമക്ഷേത്രം എന്ന് പറയുന്നത് വോട്ടായി മാറണമെന്നാണ്. അപ്പോൾ അത്രമാത്രം വർക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാഗ്ദാനമായിരുന്നല്ലോ. ആ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെട്ടു. അതിൻ്റെ വോട്ട് കിട്ടണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് തന്നെ ഒരുതരം രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം BJPക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ പേരിൽ മാൻഡേറ്റ് കിട്ടാൻ ആ പാർട്ടി ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയണം. അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ഈ കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകേണ്ടതായിരുന്നു. അതില്ലാതെ പോയിരിക്കാം. അതൊരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് അതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രീപോൾ സർവേ ഒക്കെ വരുന്ന സമയത്തൊക്കെ കരുതപ്പെട്ടിരുന്നത് UP ഒരുവിധമൊക്കെ ഭേദമാണ്, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മാത്രമല്ല കരുതപ്പെട്ടിരുന്നത്. 70 സീറ്റൊക്കെ കിട്ടും. അതല്ലല്ലോ ഇപ്പോൾ സ്ഥിതി സംഭവിച്ചത്. ഇത് വളരെ SC വോട്ട് കുറയും എന്ന് പറയുന്ന ആ എക്സിറ്റ് പോൾ സർവേ തന്നെ 71 സീറ്റ് വരെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവം ഉണ്ടാവണ SC വോട്ട് മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു. കാരണം BSP ഏതാണ്ട് 10-20 സീറ്റുകൾ മത്സരിപ്പിച്ചതെല്ലാം മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ള ഒരു തന്ത്രം മായാവതി എടുത്തിരുന്നു. മായാവതി അതിന് തൊട്ടു മുമ്പ് മായാവതിയുടെ അടുത്ത ബന്ധു അനന്തരവനോ മറ്റാണ് BJPക്കെതിരെ ഒരു വിമർശനം നടത്തി എന്ന പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് BSP കുറേ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തു. ഇവരൊന്നും കാര്യമായി മുസ്ലിം വോട്ടുകൾ പിടിച്ചിട്ടില്ല. ആ വോട്ടുകൾ കോൺഗ്രസിന് പോയി. അതെ, അതായത് സ്ട്രാറ്റജിക് മൂവുകളെല്ലാം ശരിയാവണമെന്നില്ല. BSPയെ സംബന്ധിച്ചിടത്തോളം, മായാവതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് BJPയെ പ്രീണിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അവർ ഉപയോഗിച്ചത്. പക്ഷേ അവരങ്ങനെയാണ് ചെയ്തതെന്ന് BJP ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിലും വോട്ടാക്കാൻ പറ്റിയില്ല. അതാണ് നമ്മൾ റിസൾട്ടിൽ നിന്ന് കാണുന്നത്. എന്തായാലും വളരെ പരിതാപകരമാണ് മായാവതിയുടെ പാർട്ടിയുടെ സീറ്റ് പോലും കിട്ടിയില്ല. ഒരു സീറ്റ് പോലും 20 മുസ്ലിങ്ങളെ നിർത്തിയെങ്കിലും മുസ്ലിം കൺസോളിഡേഷൻ മുഴുവൻ SP കോൺഗ്രസ്, SC വോട്ടുകൾ SP കോൺഗ്രസ് ഒക്കെ കൊണ്ടുപോയി. ഇതിനകത്ത് ലോട്ടറി അടിച്ചത് UPയിലെ കോൺഗ്രസിനാണ്. അവിടെ അവർക്കൊരു സംഘടനാ സംവിധാനമോ പാർട്ടിയോ ഒന്നും ഇല്ലാതിരുന്നിടത്ത് SPയുടെ ചിറകിലേറി മത്സരിച്ച 17 സീറ്റുകളിലോ മറ്റാണ് മത്സരിച്ച് അതിൽ ഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ലോട്ടറി അടിച്ചു. പക്ഷേ BSP അമ്പേ ഇല്ലാണ്ടായി. ഈ തെരഞ്ഞെടുപ്പോടുകൂടി BSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാവുകയാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. അപ്പോൾ എന്തുകൊണ്ട് UP മോദിയെ കൈവിട്ടു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിയേഴ്സൺ മാഷ് ഒരു ഇടതുപക്ഷ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയാണ്. ഈ UPയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. UP കിട്ടുന്നവർ ഇന്ത്യ ഭരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 293 സീറ്റുകൾ NDAക്ക് ഉണ്ടെങ്കിലും ആ പഴഞ്ചൊല്ല് പോലെയുള്ള ആ ചൊല്ല് അനർത്ഥമാക്കുകയാണെങ്കിൽ BJP ഭരിക്കില്ല. UP കാരണം UP BJPക്കില്ല. അല്ല, അതിന് നമ്മൾ മറ്റേ വേറൊരു പുതിയ ചൊല്ലുണ്ടാക്കിയിട്ടുണ്ട്. ഡൽഹി കിട്ടുന്നവർ ഡൽഹി ഭരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചിട്ട് അതെ, അല്ല, ഓരോ സമയത്തും രൂപപ്പെട്ടു വരുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആപ്തവാക്യങ്ങളാക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഡൽഹി കിട്ടുമ്പോൾ ഡൽഹി ഭരിക്കുന്നു, അല്ലെങ്കിൽ ഉത്തർപ്രദേശ്. നേരത്തെ അങ്ങനെ അത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഇന്ത്യയുടെ കേന്ദ്ര ഭൂമി എന്ന നിലയ്ക്ക് ഉത്തർപ്രദേശിനുള്ള പ്രാധാന്യമായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് അങ്ങനെ അടിയുറച്ച ഒരു വിശ്വാസമായിട്ട് വളർന്നു വന്നത്. പിന്നീട് മാറി കോൺഗ്രസിനെ പുറത്താക്കുന്നതിലും UPയാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അങ്ങനെ UP കിട്ടിയില്ലെങ്കിൽ ഭരണം കിട്ടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായി. പക്ഷെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ പോലെയല്ല നമ്മളുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫോക്കസിങ് എന്ന് പറയുന്നത്. അത് ഓരോരോ പ്രദേശത്തു നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദി ഹൃദയഭൂമി അല്ലെങ്കിൽ ഹിന്ദു ഹൃദയഭൂമി എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റിൽ UPയിൽ വലിയ നഷ്ടം സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ കരുതുന്നത്? ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ അയോധ്യ, അതായത് ഹിന്ദുത്വ കൈവിട്ട് കളഞ്ഞ ഒരു പ്രചാരണമായിരുന്നു എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം ഹിന്ദുത്വം അങ്ങനെ മോദി അദ്ദേഹത്തിന്റെ റാലികളിൽ ഇത്തവണ ഉയർത്തിയില്ല.
ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി അമ്പലം ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാര്യം മിണ്ടണ്ട എന്നുള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം മധുര ക്ഷേത്രമോ ഖ്യാൻവാബിയോ ഈ അയോധ്യയിൽ ക്ഷേത്രം പണിതത് ഞങ്ങൾ ചെയ്തൊരു വലിയ ദൗത്യമായിരുന്നു എന്നുള്ള കാര്യമൊന്നും പറയാതെ മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് ആ OBC സംവരണം തട്ടിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലാണ് ഫോക്കസ് ധാരാളമായിട്ടും ഉണ്ടായത്. അതെ അതെ, സംവരണ വിഷയത്തിലാണ്. OBCകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു, അദ്ദേഹം OBC ആണ്, ഞങ്ങൾ SCകൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് SCകൾക്ക് തോന്നാവുന്നേ ഉള്ളൂ. SCയിൽ മാത്രമായിരിക്കില്ല അതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നത്. കാരണം ഈ OBCക്ക് വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രേഷൻ വരുമ്പോൾ അപ്പർ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകാം. അപ്പർ കാസ്റ്റിന്റെ വോട്ടുകൾ കിട്ടാം, ആ വോട്ടുകൾ ഉറപ്പായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഈ മോദി ഈ 75,000 വോട്ടിനൊക്കെ പിന്നിൽ പോകുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് SC വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നി മറ്റൊന്നുകൂടെ, ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അതോടുകൂടി ഒരു തുടർ ക്യാമ്പയിൻ പോലെ അത് കൊണ്ടുവന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞു, പിന്നെ അത് വിട്ടു. പിന്നെ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം രാമക്ഷേത്രത്തിന് ബുൾഡോസർ വെക്കും, ബാബരി പൂട്ടും എന്നൊക്കെ പറഞ്ഞതല്ലാതെ രാമവികാരം ഉയർന്നു വന്ന ആ രാമവികാരത്തെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു തുടർ പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗമൊന്നും ഉണ്ടായില്ല. അത് ഉണ്ടായി, അമ്പലത്തിൽ പോയി തൊഴുതു, സന്തോഷം. അതിൻ്റെ ഒരു ടെമ്പോ അവസാനിച്ചു. അങ്ങനെ സംഘടനാപരമായും എലക്ഷൻ സ്ട്രാറ്റജിക്കലി BJPക്ക് കുറെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ BJPയിൽ സമീപകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പ്രതിപക്ഷ പാർട്ടികൾ കളിയാക്കി പറയുകയും ചെയ്തു, വാഷിംഗ് മെഷീനാണ്, മറ്റു പാർട്ടികളിലെ കറപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന ഈ വാഷിംഗ് മെഷീനിലിട്ട് അടിച്ചു കലക്കി അവരെ ശുദ്ധരാക്കി പുറത്തെടുക്കും. അപ്പോൾ BJP സ്ഥാനാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം മറ്റ് പാർട്ടികളിൽ നിന്ന് മാറി വന്നവരുണ്ട്. ആ കാലങ്ങളായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെ മറികടന്ന് പുത്തൻകുറ്റുകാർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു എന്നൊരു തോന്നൽ BJPയെ ബാധിച്ചിട്ടുണ്ടാവോ? അല്ല, അതിലെനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിൽ പോലും പ്രശ്നമാണ്. CK പത്മനാഭനൊക്കെ അങ്ങനെ ശക്തമായിട്ട് എതിർത്ത് പിണങ്ങി പോകുന്ന ഒരു കണ്ടീഷൻ വരെ എത്തിയെന്നുള്ള. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കാലുവാരി കൊണ്ടുവരുമ്പോൾ അവരൊക്കെ നമുക്കറിയാം പലരും അഴുക്കുകളായിരിക്കും. അവരൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതിൻ്റെ വലിയ നേതാക്കളാക്കി മാറ്റി കുറെ കഴിഞ്ഞ് അധികാരം അവരുടെ കയ്യിലേക്ക് പോകുമ്പോൾ ഇതിനുവേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച ഒരുപാടുണ്ട്. RSSന്റെ ഭാഗത്ത് ഒക്കെ പ്രവർത്തിച്ച ആളുകളുടെ സ്ഥിതി എന്താണ്? അവരൊന്നും ഒട്ടും പരിഗണിക്കാത്ത രീതിയിലേക്കാണ് ഈ BJPയുടെ ഭരണ സംവിധാനങ്ങൾ. നമ്മൾ കേരളം മാത്രം എടുത്താൽ മതി. കേരളത്തിൽ സമീപകാലത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായി വന്ന ആരൊക്കെയാണ്? 2 സിനിമാടന്മാർ, ഒരു സിനിമാടൻ, ഒരു സിനിമാ സംവിധായകൻ. പേരോട് പറയാം, മേജർ രവിയും ദേവനും. ഇവരൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ എന്ത് പ്രവർത്തിച്ച് പരിചയമുണ്ട്? രാജസേന വന്ന പോലെ തിരിച്ചുപോയി. എന്ത് പ്രവർത്തന പാരമ്പര്യമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ച ശീലമില്ലാത്ത ആളുകളെ ഇങ്ങനെ പദവികൾ കൊണ്ടുവന്ന് പരമ്പരാഗതമായി കാലങ്ങളായി പണിയെടുത്തിരുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിയതിന്റെ ഒരു അസംതൃപ്തിയും വ്യാപകമായി വന്നിട്ടുണ്ടാവും. അത് ടിക്കറ്റ് വിതരണം രാജസ്ഥാനിലും ഒക്കെ വലിയ വിഷയമായിരുന്നു. മാത്രമല്ല, രാജസ്ഥാനിൽ ഈ ഭജൻലാൽ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യമായി കന്നി MLA അദ്ദേഹത്തെ എടുത്ത് മുഖ്യമന്ത്രിയാക്കിയതും അവിടെ ധാരാളം സംതൃപ്തി ഉണ്ടാക്കി. അദ്ദേഹം ABV ആ ഘട്ടറിനെ മാറ്റി സൈന്യം കൊണ്ടിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ സമവാക്യം നോക്കാനാണെന്ന് പറഞ്ഞു. എന്നിട്ടും അവിടെ ജാട്ടുവോട്ട് കിട്ടിയില്ല. കർണാടക ഉദാഹരണമല്ലേ? കർണാടകയിൽ BJP സർക്കാരിനെ പരാജയപ്പെടുത്തത് BJPക്കാർ തന്നെയാണ്. അതെ, യെദ്യൂരപ്പയെ മാറ്റുന്നു, ഒന്നിനും കൊണ്ടുവരാത്ത ഒരു ബൊമ്മ പോലും അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ ഭരണം എടുത്ത് നേരെ കയ്യിലോട്ട് സദാനന്ദ ഗൗഡയെ എടുത്ത് മാറ്റുന്നു. ഇങ്ങനെ ആകെ കുഴപ്പങ്ങൾ. BJP സ്വയം ഭരിച്ച കുറെ പ്രശ്നങ്ങൾ കൂടി ഇതിനകത്തുണ്ടെന്ന് കാണാം. അതെ, അത് ഈ കൂനിന്മേൽ കുരു പോലെയാണ് ഈ നഡ്ഡയുടെ പ്രസ്താവന വന്നത്. കാരണം ഞങ്ങൾ തന്നെത്താനെ നിൽക്കാൻ മാത്രമൊക്കെ വളർന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സംഘപരിവാർക്ക് തോന്നാമല്ലോ, അങ്ങനെ തോന്നി പിന്നെ നിങ്ങൾ തന്നെത്താനെ അങ്ങ് ചെയ്താൽ മതി. ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകരെ മാത്രമല്ല BJP പ്രവർത്തകരെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു വെർഡിക്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. UPയിൽ എന്താണ് സംഭവിച്ചത്? ബംഗാളൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ UPയിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതം കുറെ കാലം കൂടി BJPയിൽ ഒരുപക്ഷെ പൊളിച്ചെഴുത്തുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാകാൻ ഒരുപക്ഷെ സഹായിക്കുമെങ്കിൽ ഒരുപക്ഷെ ആ പാർട്ടി നന്നാവുമായിരിക്കും. ഏതായാലും അപ്രതീക്ഷിതമാണ്. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ ഏത് ഭരണാധികാരിയും വേണ്ട സമയത്ത് തക്കതായ തിരുത്തലുകൾക്ക് പ്രേരിപ്പിക്കുന്ന ശിക്ഷകൾ നൽകുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ജനവിധിയാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.